റിയൽ ഭാഗം 7. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. റബ്ബേ, എൻ്റെ മോൾക്ക് എന്തു പറ്റി? ഉമ്മ ഒരു വിലാപത്തോടെ ആസിയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. മോളെ എഴുന്നേൽക്ക്. ആസിയ കണ്ണ് ചിമ്മി തുറന്നു. ഉമ്മയാണ് അവളോട് വിവരമറിയിച്ചത്. മീൻ വാങ്ങാൻ വീടിന് വെളിയിൽ ചെന്നപ്പോൾ മീൻ കൊണ്ടുവരുന്ന നങ്ങേലിയമ്മ തന്നെയാണ് ഈ വിവരം ഉമ്മായെ അറിയിച്ചത്. വീര്യം കൂടിയ കീടനാശിനിയാണത്രേ അവൾ എടുത്തു കുടിച്ചത്. ഉമ്മ, അവൾക്ക് വല്ലതും സംഭവിച്ചോ? അവൾ രക്ഷപ്പെടില്ലേ ഉമ്മ? ആസിയുടെ ഒച്ച ഇടറിപ്പോയി. മോളെ, അവളുടെ സ്ഥിതി അല്പം കൂടുതലാണെന്നാണ് കേട്ടത്. ഡോക്ടർമാർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെന്ന്. ഇവിടെ അടുത്ത് 1-2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വളരെ ഗുരുതരമെന്ന് പറഞ്ഞ് അവർ തള്ളി. ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഉമ്മ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ? എനിക്ക് പേടിയാകുന്നു. ആസി ഉമ്മയുടെ ദേഹത്ത് ചേർന്നിരുന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങി. സമാധാനിക്കും മോളെ, അവൾക്കൊന്നും റബ്ബ് വരുത്തുകയില്ല. നമ്മുടെയൊക്കെ ദുആ ഉണ്ടാകുമല്ലോ. ഉമ്മാക്കും വളരെയധികം വിഷമമായി. ആസിയെപ്പോലെ തന്നെയായിരുന്നു ഉമ്മാക്ക് റൂബീനയും. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ വരില്ല, പോരെ? അവൾ ലാസ്റ്റ് പറഞ്ഞിട്ട് പോയ വാക്കുകൾ ആസിയ ഓർത്തോർത്ത് കരഞ്ഞു. ഞാനും അവളോട് പറഞ്ഞിരുന്നു ഇനി തൻ്റെ മുന്നിൽ വരരുതെന്ന്. അത് അറം പറ്റിയോ റബ്ബേ? അവൾ ഹാഷിമിൻ്റെ ഒപ്പം പോകരുതെന്ന ഉദ്ദേശത്തിലാണ് ഞാനത് പറഞ്ഞത്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ. ആസിയ മനസ്സാ വിലപിച്ചു. റബ്ബേ, എൻ്റെ റൂബീനാക്കൊന്നും സംഭവിക്കരുതേ. ആസിയ വേഗം ബൊതുവെടുത്ത് നിസ്കാര റൂമിലേക്ക് പോയി. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ആസിയും ഉമ്മായും കൂടി സിറ്റി ഹോസ്പിറ്റലിലെത്തി. ഉമ്മായും ആസിയും ചെന്നപ്പോൾ ICUവിൻ്റെ മുന്നിലെ ചെയറുകളിൽ തകർന്ന മനസ്സോടെ റൂബീനായുടെ ബാപ്പുമായും ബാപ്പുപ്പായും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും ബാപ്പുമായുടെ ദുഃഖം വർദ്ധിച്ചു. എന്നാലും എൻ്റെ മോളെ, നീ ഉണ്ടായിട്ടും എൻ്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ. ബാപ്പുമ്മ ആസിയോടായി ചോദിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അവരെ എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുമെന്നോർത്ത് ആസി സങ്കടത്തിലായി. ഇതെങ്ങനെയാ സംഭവിച്ചത്? ആസിയുടെ ഉമ്മ വേദനയോടെ ബാപ്പുമ്മയോടായി ചോദിച്ചു. ഇന്നലെ എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു റൂബീനയുടെ ബാപ്പുപ്പ. ഞങ്ങൾ തിരികെ വന്നപ്പോൾ റൂബിമോളെ എങ്ങും കണ്ടില്ല. അവളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവൾ ബാപ്പുപ്പായുടെ റൂമിൽ എഴുതി വെച്ചിരുന്ന ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടത്. അതിലവൾ എഴുതിയിട്ടുണ്ടായിരുന്നു അവൾ സ്നേഹിച്ച ആ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുവാണെന്ന്, ഇനി അന്വേഷിക്കണ്ട എന്നൊക്കെ. കത്ത് വായിച്ച ഞങ്ങൾ ആകെ തളർന്ന അവസ്ഥയിലായിപ്പോയി. അവളുടെ വാപ്പയെ ഇതൊക്കെ എങ്ങനെ അറിയിക്കുമെന്ന് ഞങ്ങൾ പേടിച്ചിരുന്നപ്പോഴാണ് കരഞ്ഞു വീർത്ത മുഖവുമായി റൂബീന മോൾ കയറി വന്നത്. ദേഷ്യം കൊണ്ട് ഞങ്ങൾ അവളെ വഴക്ക് പറയുവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഞങ്ങൾക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. അവൻ അവളെ പറഞ്ഞു പറ്റിച്ചുവെന്നും അവൾ തെറ്റുതിരുത്തി വന്നുവെന്നും കരുതി ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ചു. അവൾ ഞങ്ങളോട് കുറേ പൊരുത്തം ചോദിച്ചു, കുറേ കരഞ്ഞു. വിളിക്കുമ്പോൾ ബാപ്പയോടും ഉമ്മയോടും ഞാൻ പൊരുത്തം ചോദിച്ചു എന്ന് പറയാനും അവൾ ഞങ്ങളോട് പറഞ്ഞു. ഇന്നലെ വിളമ്പിക്കൊടുത്ത ആഹാരം അവൾ ഒന്ന് കഴിച്ചുവെന്ന് വരുത്തി. എന്നിട്ട് അവൾ രാത്രി കിടക്കാൻ സാധാരണ പോലെ റൂമിൽ കയറിപ്പോയതാ. മനസ്സ് മരവിച്ചു പോയതിനാൽ രാത്രി കുറേ ആയിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഇന്ന് അവളെ തനിച്ച് കിടത്തേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. ഞാൻ പോയി നോക്കുമ്പോൾ അവളുടെ റൂം അകത്തു നിന്നും പൂട്ടിയിരുന്നു. എൻ്റെ ബഹളം കേട്ട് ഇദ്ദേഹം ഇറങ്ങി വന്നു. ഒടുക്കം ഞങ്ങൾക്ക് വാതിൽ തല്ലിപ്പൊളിക്കേണ്ടി വന്നു. അകത്ത് കയറി നോക്കുമ്പോൾ എൻ്റെ മോൾ ബാപ്പുമ്മ പൊട്ടിക്കരഞ്ഞു. കൃഷിക്ക് ഒഴിക്കാൻ വെച്ചിരുന്ന കീടനാശിനി കുടിച്ച് എൻ്റെ പൊന്നുമോൾ ചോര ഛർദ്ദിച്ച് കിടക്കുന്നു. പിന്നെ എങ്ങനെ അവളെ ഇവിടെ എത്തിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല. യാ റബ്ബേ, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ. ബാപ്പുമ്മ ഹൃദയമുരുകി റബ്ബിനോട് കേണു. അവൾക്കൊന്നും സംഭവിക്കില്ല ബാപ്പുമ്മ. ആസി ആ ഉമ്മായുടെ കയ്യിൽ പിടിച്ച് സമാധാന വാക്ക് നൽകി. ഞാൻ റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ഉമ്മായും അള്ളാഹുവിൻ്റെ കൃപയാൽ എൻ്റെ റൂബിക്കൊന്നും സംഭവിക്കില്ല. ആസി ബാപ്പുപ്പായുടെ കണ്ണുകൾ തുടച്ചു. ബാപ്പുമ്മ ആസിയുടെ കൈ പിടിച്ച് വാത്സല്യത്താൽ ചുംബിച്ചു. മോളെ, നിന്റെ ദുആ പടച്ചവൻ പെട്ടെന്ന് സ്വീകരിക്കും ഇൻഷാ അല്ലാ. ഞാൻ ഇന്നലെ അവൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആ സമയം അവൾ മരണത്തോട് മല്ലടിക്കുകയായിരുന്നല്ലോ. ആസി വളരെ ദുഃഖത്തോടെ ഓർത്തുപോയി. എല്ലാം നല്ലതിനാകുമെന്ന് ആസിയ ചിന്തിച്ചു. പടച്ചവൻ്റെ തീരുമാനങ്ങളുടെ രഹസ്യമറിയാൻ മനുഷ്യർക്ക് കഴിയുകയില്ല. ICUവിനുള്ളിൽ വിസ്റ്റേഴ്സിനെ കടത്തിവിടാത്തതിനാൽ ആസിക്കും ഉമ്മാക്കും അപ്പോൾ തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. റൂബീനയുടെ വിവരങ്ങൾ അറിയിക്കണേ ബാപ്പുപ്പ. പോരുമ്പോൾ ആസി പറഞ്ഞു. ഇബാദത്തും ദുആകളുമൊക്കെയായി ആസിയുടെ 4-5 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 5-ാം ദിവസം റൂബീനയുടെ ഫോണിൽ നിന്നും ആസിയാക്ക് ബാപ്പുമ്മയുടെ കോൾ വന്നു. റൂബീന ഡോക്ടർമാരുടെ തീവ്ര പരിചരണത്തിൽ നിന്നും കുറച്ച് മുക്തയായിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ജീവൻ്റെ 1-2 തുടിപ്പുകൾ മാത്രമേ അവൾക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവൾക്ക് കൃത്രിമമായി ശ്വസനം കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾ പതിയെ ശ്വസിച്ചു തുടങ്ങി. പൾസ് നേരെയായി വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ ആസിയക്ക് വല്ലാത്ത സമാധാനം തോന്നി. അവൾ റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ. റൂബീനായും ആസിയായും അത്ര അടുപ്പമുള്ള കൂട്ടുകാരികളായിരുന്നു. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും വിഭിന്നമാണെങ്കിലും അവർ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. വളരെ കുഞ്ഞിലേ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവർ. കോളേജിൽ പഠിക്കുന്ന സമയം ഇക്കാക്കയുടെ കയ്യിൽ ഫീസ് അടക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അവൾ എത്ര തവണ പൈസ തന്നു സഹായിച്ചിരുന്നു. മടക്കി നൽകുന്ന സമയം അവൾ ആ കാശ് വാങ്ങുകയില്ലെന്ന് മാത്രമല്ല,
അതിൻ്റെ പേരിൽ തന്നോട് എത്രയോ തവണ പിണങ്ങിയിട്ടുമുണ്ട്. ആസിയ നന്ദിയോടെ ഓർക്കുകയായിരുന്നു വീണ്ടും പഴയ കാര്യങ്ങൾ. റൂബിക്ക് 10 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവരുടെ വാപ്പി അവളെയും ഉമ്മയെയും ദുബായിൽ കൊണ്ടുപോയത്. +2 വരെ അവൾ അവിടെ തന്നെയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ അവൾ വാപ്പിയുടെയും ഉമ്മയുടെയും കൂടെ മടങ്ങിപ്പോയിരുന്നില്ല. എനിക്കിവിടെ നിന്ന് പഠിച്ചാൽ മതി, ബാപ്പുമാരുടെയും ബാപ്പുപ്പായുടെയും കൂടെ ഇനി നിന്നാൽ മതി എന്നവൾ അന്ന് ശാഠ്യം പിടിച്ചു. കൂട്ടുകാരിയായ തന്നെയും ഇനി പിരിയേണ്ടല്ലോ, അതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ ദുബായിൽ നിന്നും തിരിച്ചു വന്ന ശേഷം അവൾ ആകെ മോഡേണായി മാറിപ്പോയിരുന്നു. വേറെ ചിന്താഗതികളുമായിപ്പോയി. എങ്കിലും തന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരു കുറവുമില്ലായിരുന്നു. ഡിഗ്രിയും MBAയും ഒരേ കോളേജിൽ പഠിച്ചു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൾ ഹാഷിമിനെ പരിചയപ്പെടുന്നത്. ഉമ്മ നോക്കുമ്പോൾ ആസി പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ്. ആസിയ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വല്ലാതെ ദുഃഖിതയും ക്ഷീണിതയുമായിരുന്നു. നേരെ ചൊവ്വേ ആഹാരമില്ല, എപ്പോഴും പ്രാർത്ഥനയും ഓതലും തന്നെ. മോളെ, ഉമ്മ സ്നേഹത്തോടെ വിളിച്ചു. ആസി ഉമ്മയെ നോക്കി. റൂബീനയുടെ കാര്യത്തിൽ ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? റബ്ബ് ഞങ്ങളെയൊക്കെയേക്കാൾ നിന്റെ ദുആ ആകും സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇനിയെങ്കിലും എൻ്റെ മോൾ പഴയ പോലെ ഉഷാറാവൂ. ആഹാരം നേരെ കഴിക്കാത്തതിനാൽ നീ വല്ലാതെ ക്ഷീണിച്ചു പോകുന്നു. വാ, ഉമ്മ കഴിക്കാൻ ആഹാരമെടുത്തു തരാം. എന്നിട്ട് കുളിച്ചൊന്ന് ഉഷാറായി മോളുടെ കമ്പനിയിൽ പോയി മറ്റു കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണ്. ഈ വല്ലായ്മയൊക്കെ ഒന്ന് മാറട്ടെ. ഉമ്മ, ഞാൻ ഇനി പോകുന്നില്ല ഉമ്മ. ഇനി അവിടെ ഞാൻ ജോലിക്ക് പോകുന്നില്ല. ആസിയ വളരെ നിരാശാഭാവത്തിൽ ഉമ്മായെ നോക്കി. ആസിയ ജോലി ഒഴിവാക്കിയ കാര്യം ഉമ്മായോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് അതിനുള്ള സാഹചര്യം ഒത്തുകിട്ടിയിരുന്നുമില്ലല്ലോ. ഉമ്മാക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. റൂബീനയുടെ കാര്യത്തിലെ വിയോഗമാകാം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഉമ്മ മനസ്സിലോർത്തു. പിന്നെ ജോലിക്ക് പോകണമെന്നുള്ളത് അവളുടെ തീരുമാനമായിരുന്നല്ലോ. വേണ്ട മോളെ, പോകുന്നില്ലെങ്കിൽ പോകണ്ട. പക്ഷേ എൻ്റെ മോള് പഴയ പോലെ ആക്. ഉമ്മാക്കത് കണ്ടാൽ മതി. പിന്നെയും 2 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 3-ാം നാൾ വീണ്ടും റൂബീനയുടെ ഫോണിൽ നിന്നും ആസിക്ക് കോൾ വന്നു. ഇത്തവണ വിളിച്ചത് റൂബീനയുടെ വാപ്പിയായിരുന്നു. അദ്ദേഹവും വൈഫും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് വെപ്രാളത്തോടെ കിട്ടിയ ടിക്കറ്റിന് നാട്ടിലേക്ക് വരികയായിരുന്നവർ. റൂബീനയുടെ അപകട നിലയിൽ മാറ്റം വന്ന ശേഷമേ അവളുടെ വാപ്പുപ്പ അവരെ വിവരം അറിയിച്ചിരുന്നുള്ളൂ. മോളെ, റൂബീനയെ ഇന്ന് രാവിലെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് അവളുടെ ഡോക്ടർ പറഞ്ഞു. അൽഹംദുലില്ലാ. ആസി വീണ്ടും റബ്ബിന് സ്തുതിയോതി. പിറ്റേന്ന് രാവിലെ തന്നെ ആസിയ സിറ്റി ഹോസ്പിറ്റലിലെത്തുമ്പോൾ റൂമിൽ റൂബീനയുടെ ഒപ്പം അവളുടെ വാപ്പിയും ഉമ്മിയും ഉണ്ടായിരുന്നു. ഉമ്മി റൂബീനാക്ക് കഞ്ഞി കോരിക്കൊടുക്കുന്നു. ആഹാ മോളെ, ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്, ബാപ്പി പറഞ്ഞു. ഇവൾ മോളെ എപ്പോഴോ അന്വേഷിക്കുകയാണ്. ദാ ഇപ്പോൾ കൂടി പറഞ്ഞതേയുള്ളൂ, റൂബീനയുടെ ഉമ്മി ആസിയോട് പറഞ്ഞു. റൂബീന ആസിയുടെ മുഖത്തേക്ക് സന്തോഷവും സങ്കടവും കലർന്ന ഭാവത്തിൽ നോക്കി. ആസി, നീ വന്നോ? ഞാൻ കരുതിയടാ നിനക്കെന്നോട് വെറുപ്പാകുമെന്ന്. നിന്നെ വെറുക്കുവാൻ എനിക്ക് കഴിയുമോടി? ഇപ്പോൾ ആവശ്യമില്ലാത്തതൊന്നും നീ ചിന്തിക്കണ്ട. കുറച്ചുകൂടി ആരോഗ്യം നന്നാവാനുണ്ട്. നീ ഇത് കഴിച്ചേ. ഇങ്ങ് തരൂ ഉമ്മ, കഞ്ഞി ഞാൻ കൊടുക്കാം. ആസി ഉമ്മയുടെ കയ്യിൽ നിന്നും കഞ്ഞിപ്പാത്രം വാങ്ങി. ആസി കഞ്ഞി കോരി കൊടുക്കുമ്പോൾ റൂബീനയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആസി, നീ എന്നോട് ക്ഷമിക്കടി. എനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. നിന്റെ വാക്കുകൾ അനുസരിക്കാൻ കഴിഞ്ഞതുമില്ല. നീ ആയിരുന്നു ശരി. ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നുണ്ട്. പോട്ടടി, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇനി നീ അതൊന്നും ഓർക്കരുത്. എല്ലാം നീ തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് ഒറ്റ കാര്യത്തിലേ നിന്നോട് പണക്കുള്ളൂ. നീ കടുങ്കൈ ചെയ്തു പോയതിന് നീ റബ്ബിനെയും ഞങ്ങളെയും ഓർത്തില്ലല്ലോ. ആസി അവളോട് സ്നേഹത്തോടെ പരിഭവിച്ചു. എന്നോട് ക്ഷമിക്കടി ആസി. അപമാനവും കുറ്റബോധവും ഏറ്റ ഞാൻ പെട്ടെന്നുണ്ടായ ഒരു ദുർബുദ്ധിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പാപങ്ങളിൽ നിന്നും മറ്റൊരു പാപത്തിലേക്കാണ് ഞാൻ ചെന്ന് പെട്ടത്. എൻ്റെ തെറ്റിനുള്ള ഫലം റബ്ബെനിക്ക് തന്നു. അള്ളാഹു എന്നോട് പൊറുക്കില്ലടി. തീർച്ചയായും പൊറുക്കും. പൊറുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനും കാരുണ്യവാനും റബ്ബാണ്. സൃഷ്ടികളുടെ പശ്ചാത്താപം ഇഷ്ടപ്പെടുന്നവനും കാതോർത്തിരിക്കുന്നവനുമാണ് റബ്ബ്. ഇനി ഞാൻ എൻ്റെ റബ്ബിനെ ഓർത്ത് ജീവിക്കും. എൻ്റെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കും. റൂബീനയുടെ ആ വാക്കുകളിൽ ആസിയുടെ മനസ്സ് വളരെ ആഹ്ലാദത്താൽ നിറഞ്ഞു. യാ റബ്ബി, നീ എത്ര വലിയവൻ. ആസിയുടെ ഹൃദയം റബ്ബിനോടുള്ള നന്ദിയാൽ സ്തുതി ചെയ്തുകൊണ്ടിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. റൂബീന ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകും വരെ അവൾ എല്ലാ ദിവസവും പോയി കാണുമായിരുന്നു. വീട്ടിലെത്തിയ ദിവസം അവളും ഒപ്പമുണ്ടായിരുന്നു. ബ്യൂട്ടി ആൻഡ് നൈസിൽ നിന്നും റിസൈൻ ചെയ്ത കാര്യം അവൾ റൂബീനയോട് പറഞ്ഞു. അതിനുണ്ടായ കാരണവും പറഞ്ഞു. മുമ്പായിരുന്നെങ്കിൽ റൂബീന ഇതും പറഞ്ഞ് എന്നെ എത്ര തവണ കളിയാക്കിയിരുന്നേനെ. ആസിയ അത്ഭുതത്തോടെ ഓർത്തുപോയി. ദിവസങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ്. ആസിയ നിസ്കാരവും മോദലും കൊണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കവൾ ബ്യൂട്ടി ആൻഡ് നൈസ് കമ്പനിയെക്കുറിച്ച് ഓർക്കും. അവിടെ ജോലി ചെയ്തിരുന്ന ദിവസങ്ങൾ, നല്ലവരായ സ്റ്റാഫുകൾ, എല്ലാവരെയും അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷണിക്കാതെ സ്വയം അറിയാതെ സഫറിൻ്റെ ഓർമ്മകൾ വീണ്ടും അവളെ തേടിയെത്തും. ആസിയ ആ ചിന്തകളെ കുഴിച്ചു മൂടുവാൻ ശ്രമിക്കും. ഒരു കാര്യത്തിൽ അവൾക്ക് അത്ഭുതം തോന്നാതിരുന്നില്ല. ഒരുപാട് പേര് പ്രണയാഭ്യർത്ഥനയുമായി പിറകെ നടന്നിട്ടും അവരോടൊന്നും തോന്നാത്ത ഓർമ്മകൾ ഇയാളിൽ മാത്രം വീണ്ടും ക്ഷണിക്കാതെ കടന്നു വരുന്നത് എന്തേ? റബ്ബിൻ്റെ പരീക്ഷണമാണോ? അങ്ങനെ വേണ്ടാത്ത ഒന്ന് ഒരിക്കലും സംഭവിച്ചുകൂടാ.
അതിനുവേണ്ടിയാണല്ലോ ആശിച്ചു കിട്ടിയ ജോലി പോലും താൻ വേണ്ടാന്ന് വെച്ചത്. എൻ്റെ നാഥ, നിന്റെ പരീക്ഷണത്തിൽ ഞാൻ തോറ്റുപോകരുതേ. ആസിയ റബ്ബിനോട് കേണു. റൂബീനായെ കണ്ടിട്ടും കേട്ടിട്ടും 3-4 ദിവസമായി. ഇന്നൊന്ന് അവളുടെ വീട്ടിൽ പോയി വരാം. ആസിയ ഉമ്മായോട് അനുവാദം ചോദിച്ചപ്പോഴേക്കും റൂബീന സ്കൂട്ടിയിൽ മുറ്റത്തെത്തി. അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടുണ്ട്. പഴയ ആ ഉന്മേഷം തിരിച്ചു വന്നിരിക്കുന്നു. മുഖത്ത് പതിവിലും വെളിച്ചം. അകത്തേക്ക് കയറിയ ഉടനെ അവൾ സന്തോഷത്താൽ ആസിയെ പിടിച്ച് വട്ടം കറക്കി. ടിക്കറ്റ് ഒക്കെയായി. അടുത്ത ആഴ്ച വാപ്പിയോടും ഉമ്മയോടും കൂടി ഞാൻ ദുബായിലേക്ക് പോകുന്നു. പിന്നെ 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ വരും കേട്ടോ. ഒപ്പം അവരും കാണും. റൂബീനയുടെ മുഖത്ത് നാണം. ആര്? ആസിയ അതിശയത്തോട് ചോദിച്ചു. അതേടി, എൻ്റെ വാപ്പി ഉറപ്പിച്ച ആ ചെക്കനും കുടുംബവും തന്നെ. എല്ലാം അറിഞ്ഞിട്ടും പുള്ളിക്കാരന് എന്നെ തന്നെ മതിയെന്ന്. സത്യമോ? മാഷാ അല്ലാ. അതേടി, റബ്ബ് സത്യം. അവർ വളരെ നല്ല ആളുകളാണ് ഡി. വാപ്പി കുറേ നാളുകളായി അറിയുന്നവർ. ആ ചെറുക്കൻ്റെ മനസ്സ് വളരെ നല്ല മനസ്സാണെന്ന് വാപ്പി എപ്പോഴും പറയും. ശരിക്കും അതുകൊണ്ടാണല്ലോ എല്ലാം അറിഞ്ഞിട്ടും വീണ്ടും എന്നെ സ്വീകരിക്കാൻ താല്പര്യം കാണിച്ചത്. നീ എന്നോട് മുമ്പ് അതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ലേ? നിന്റെ കൂടി ദുആ കൊണ്ടാണടി ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചത്. ജീവിതം എന്നേക്കുമായി നശിച്ചു എന്ന് കരുതിയ എനിക്ക് ജീവൻ്റെ തുടിപ്പും ഇപ്പോൾ വാപ്പി ആഗ്രഹിച്ച ആ നല്ല ബന്ധവും വീണ്ടും കിട്ടിയില്ലേ? റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. പിന്നെ നിന്നോടും എന്നെ നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിച്ച ആ അദ്ദേഹത്തോടും ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും. നീ എന്നോട് കടപ്പെട്ടില്ലെങ്കിലും സുഖമായി ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഈ വാർത്ത കേട്ട് എത്ര സന്തോഷമായെന്നോ. ആസിക്കത് ഏറ്റവും സന്തോഷമുള്ള വാർത്തയായിരുന്നു. എല്ലാറ്റിനും അനുഗ്രഹം നൽകിയ റബ്ബിനെ അവൾ വീണ്ടും നന്ദിയോടെ ഓർത്തു. അവിടെ വെച്ച് ഞങ്ങളുടെ നിശ്ചയം. പിന്നെ 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ പുറകെ അവനും നാട്ടിൽ വരും. പിന്നെ നാട്ടിൽ വെച്ച് വിവാഹം ഗംഭീരമായി നടത്താനാണ് അവരുടെ തീരുമാനം. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ? റൂബീനയുടെ മുഖത്തൊരു കള്ളച്ചിരി വീണു. ഞാൻ അപ്പോൾ വരുമ്പോഴേക്കും നിന്നെ വല്ല ചെക്കന്മാരും വന്ന് കെട്ടിക്കൊണ്ടു പോകുമടി? അയ്യോടാ, ഒന്ന് പോടി. അതിന് ചാൻസേ ഇല്ല. അതെന്താടി? നമ്മുടെ ഇസ്ലാമിൽ വിവാഹം സുന്നത്തല്ലേ? റൂബി അവളെ കളിയാക്കി. ഒന്ന് പോടി. അതുകൊണ്ടല്ല. ആസി ലജ്ജയോടെ ചിരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് നാൾ കൂടി ജോലി ചെയ്യണം. ഇക്കാക്കായെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പാവം ഇക്കാക്ക ഞങ്ങളെ പഠിപ്പിച്ചൊരു വഴിക്കായിപ്പോയടി. കടവുമുണ്ട്. കൊച്ചിക്ക പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോരാൻ. ജോലി ശരിയാക്കി തരുമത്രേ. ഇനി അതൊന്ന് ശ്രമിക്കണം. അതെല്ലാം കഴിഞ്ഞു മതിയടി എൻ്റെ നിക്കാഹ്. എന്ത് നല്ല മനസ്സാണടി നിൻ്റെ. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു അധികം വൈകാതെ ഒരു രാജകുമാരൻ നിന്നിലേക്ക് ഓടിയെത്തുമെന്ന്. റൂബി പൊട്ടിച്ചിരിച്ചു. ഒന്ന് പോ പെണ്ണേ. ആസി റൂബിയെ സ്നേഹത്തോടെ പിടിച്ചു നൊന്തി. എനിക്ക് മറ്റൊരു സന്തോഷവാർത്ത കൂടി നിന്നോട് പറയാനുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നിനക്കത് സന്തോഷമാകും കേട്ടോ. പറയടി. എന്താ അത്? ആസി വീണ്ടും ആകാംക്ഷയിലായി. അതോ, നിക്കാഹ് കഴിഞ്ഞാലുടൻ പുള്ളി എന്നെക്കൊണ്ട് പർദ്ദ ഇടിക്കുമത്രേ. ആഹാ, മാഷാ അല്ലാ. ഞാൻ എന്തായി കേൾക്കുന്നേ? ആസി നല്ലതുപോലെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് റൂബിയെ നോക്കി. ഇപ്പോൾ തന്നെ അവൾക്ക് നല്ല മാറ്റമായി. മേക്കപ്പ് ഇല്ല. പകരം ഒരു മുടി പോലും കാണാത്ത നിലയിൽ ഭംഗിയായി ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട് തലമറച്ചിരിക്കുന്നു. കളിയും ചിരിയുമായി അന്നവർ പിരിഞ്ഞു. അടുത്ത ആഴ്ച എത്തി. ആസി റൂബിനായെ സന്തോഷത്തോടെ യാത്ര അയച്ചിട്ട് വരുമ്പോൾ പൂമുഖത്ത് അനസ് ഉമ്മായുമായി സംസാരിച്ചിരിക്കുന്നു. ആസിയെ കണ്ടതും ഉമ്മായും അനസും സന്തോഷത്തോടെ അന്യോന്യം നോക്കി ചിരിക്കുന്നു. ഇക്കാക്കയെ കണ്ടപ്പോൾ ആസിക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ഓടി വന്ന് ഇക്കാക്കയുടെ അരികിലിരുന്ന് കുശലം ചോദിക്കാനൊരുങ്ങി. അനസിനപ്പോൾ അവളുടെ കുട്ടിക്കാലം ഓർമ്മ വന്നു. കുഞ്ഞായിരിക്കുമ്പോൾ താൻ എപ്പോഴും അവളെ എടുത്തുകൊണ്ട് നടക്കണം, എപ്പോഴും കഥകൾ പറഞ്ഞു കേൾപ്പിക്കണം. അനസ് അതൊക്കെ അപ്പോൾ ഓർത്തുപോയി. സുഖമാണോ ഇക്കാക്ക? എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഞങ്ങളൊക്കെ മറന്നോ? ആസി പരിഭവിച്ചു. അനസ് അവളുടെ ചോദ്യം കേട്ട് ചിരിച്ചു. കൊള്ളാം, ഇക്കാക്ക മറക്കാനോ? അതും എൻ്റെ ഉമ്മായെയും എൻ്റെ കുഞ്ഞനിയത്തിയെയും? ഇക്കാക്ക തിരക്കായി പോയി മോളെ, അല്ലാതെ മറന്നതല്ലട്ടോ. ആട്ടെ, നീ റൂബിനായെ യാത്ര അയച്ചിട്ട് വരികയാണോ? അതെ. ഇപ്പോൾ അവളുടെ അവസ്ഥ എങ്ങനെയാ മോളെ? അനസ് വീണ്ടും ചോദിച്ചു. അവൾ വളരെ ഹാപ്പിയായി ഇക്കാക്ക. നന്നായി. അവൾ ഇനി പോയി രക്ഷപ്പെടട്ടെ. ആ ഹാഷിമിൻ്റെ കയ്യിൽ നിന്നും ഒരു കണക്കിന് അവൾ രക്ഷപ്പെട്ടു. അതേ ഇക്കാക്ക. പിന്നെ ഇത്താത്തയും കുസൃതി കുടുക്കകളെയും ഇക്കാക്ക കൊണ്ടുവരാഞ്ഞതെന്തേ? കുട്ടികളെയും ഇത്താത്തയും കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ടോ. അവൾ വീണ്ടും പരിഭവം പറഞ്ഞു. അനസ് പൊട്ടിച്ചിരിച്ചു. ഉടനെ കാണാമല്ലോ. അധികം വൈകാതെ അവർ കുറച്ച് ദിവസം ഇവിടെ തന്നെ കാണും. ആസിക്ക് അനസ് പറഞ്ഞത് മനസ്സിലായില്ല. അനസ് വീണ്ടും ചിരിച്ചു. മോളെ, നിനക്ക് നല്ലൊരു ആലോചനയുമായിട്ടാണ് ഇക്കാക്ക ഇപ്പോൾ വന്നേ. മോൾ വരുമ്പോൾ ഇക്കാക്ക അത് ഉമ്മായുമായി സംസാരിക്കുകയായിരുന്നു. ആസി അല്പം പകപ്പോടെ ഉമ്മായെയും ഇക്കാക്കയും നോക്കി. അതേ മോളെ, ഉമ്മ പറഞ്ഞു. നല്ല ബന്ധമാ കേട്ടോ മോളെ. ഇക്കാക്ക അടുത്തറിയാവുന്ന ചെക്കനാ. കാണാൻ അതിസുന്ദരൻ, സൽസ്വഭാവി, വിദ്യാഭ്യാസം കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും നിനക്ക് ചേരുന്ന ബന്ധമാണ്. പക്ഷേ നമ്മൾ സ്വപ്നം കാണാത്ത നിലയിലാണ് സമ്പത്ത്. ഇക്കാക്ക, എനിക്കിപ്പോഴേ കല്യാണം വേണ്ട. അതെന്താ? അനസും ഉമ്മായും അമ്പരപ്പോടെ ചോദിച്ചുപോയി. മോളെ, എത്ര നല്ല ബന്ധമാ, ഉമ്മ പറഞ്ഞു. എന്തു പറ്റി മോളെ? നിനക്കെന്താ ഇപ്പോൾ കല്യാണം വേണ്ടാത്തേ? അനസിൻ്റെ ചോദ്യം അല്പം ഗൗരവത്തിലായി.
ഉമ്മ തനിച്ചാകുമെന്ന് പേടിച്ചിട്ടാണോ? എൻ്റെ ഉമ്മായെ ഞാൻ കൊണ്ടുപോകില്ലേ? ഞാൻ പൊന്നുപോലെ നോക്കില്ലേ? അതെനിക്കറിയാം ഇക്കാക്ക. പിന്നെന്തുകൊണ്ടാ? അനസ് വീണ്ടും ഗൗരവപ്പെട്ടു. അതെനിക്ക് ഇക്കാക്കയെ സഹായിക്കണം. കൊച്ചിക്ക എനിക്ക് സൗദിയിൽ ജോലി ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. എനിക്കൊരു വർഷം കഴിഞ്ഞു മതി കല്യാണം. അപ്പോഴേക്കും ഇക്കാക്കയുടെ കടമെല്ലാം തീരും. പിന്നെ എനിക്ക് വലിയ പണക്കാരനൊന്നും വേണ്ട ഇക്കാക്ക. നമ്മളെപ്പോലെ സാധാരണ ആൾ മതി. ഗൗരവത്തിലായിപ്പോയ അനസ് പെട്ടെന്ന് വീണ്ടും പൊട്ടിച്ചിരിച്ചുപോയി. എൻ്റെ മോളെ, നീ ഇത്ര പാവമായി പോയല്ലോ. അവനൊരു സമ്പന്നനായി പോയെന്നേ ഉള്ളൂ. പണത്തിൻ്റെ ഹുങ്ക് എന്തെന്ന് കാണിക്കുന്നവനല്ല അവൻ. അങ്ങനെ ഒരു ബന്ധമല്ലേ ഇക്കാക്ക മോൾക്ക് കൊണ്ടുവരൂ. പിന്നെ ഒരു സമ്പന്നനായി ജനിച്ചത് അവൻ്റെ കുറ്റമല്ലല്ലോ. പിന്നെ എൻ്റെ കാര്യം ആട്ടെ, നീ എനിക്ക് എത്ര രൂപ തരാനാ പ്ലാൻ? ഇക്കാക്ക കളിയാക്കുവാണോ? ആസി പരിഭവിച്ചു. പിന്നല്ലാതെ, എൻ്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചത് ജോലി ചെയ്ത് പ്രതിഫലം വാങ്ങിക്കാനാണോ? മോൾ ഇക്കാക്കായെ സഹായിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായല്ലോ. അപ്പോൾ തന്നെ ഇക്കാക്കയുടെ മനസ്സ് നിറഞ്ഞു മോളെ. ഇപ്പോൾ തൽക്കാലം മോൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അനസ് അനിയത്തിയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഉമ്മാക്കും വലിയ സന്തോഷമായി. അനസ് വന്നു പോയ ശേഷം 3-ാം നാൾ പെണ്ണുകാണൽ ചടങ്ങ് ദിവസമെത്തി. ചെറുക്കൻ കൂട്ടർ 11 മണിക്കെത്തി. ആസി കുളിയൊക്കെ കഴിഞ്ഞ് പർദ്ദ എടുത്തിട്ടു. അത് കണ്ട് ഉമ്മ പറഞ്ഞു, മോളെ, ഇന്നാ ഫുൾ കൈ ചുരിദാർ ഇട്ടാൽ പോരെ? വേണ്ടുമ്മ, വരുന്നയാൾ എന്നെ ഇങ്ങനെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടോട്ടെ. ഉമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല. മകളോടുള്ള ഇഷ്ടം കൂടിയതേയുള്ളൂ. ഉമ്മ ചായയും പലഹാരങ്ങളുമായി ആസിയെ പൂമുഖത്തേക്ക് ആനയിച്ചു. ആസി മുഖം കുമ്പിട്ട് അല്പം പരുങ്ങലോടെ അവിടെ നിൽക്കുകയാണ്. മോളെ, ചെറുക്കനൊന്ന് നോക്കുമോളെ. ഇക്കാക്കായുടെ ശബ്ദം. ആസി പതിയെ മുഖമുയർത്തി മുന്നിലിരിക്കുന്ന ആളെ ലജ്ജയോടെ നോക്കി. ഒരു നിമിഷം ആളെ കണ്ടവൾ പകച്ചുപോയി. അവൾക്കത് വിശ്വസിക്കാനായില്ല. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.